ഹായ് മക്കളെ, വെൽക്കം ടു സൈലം ലേണിംഗ്. ഫൈസൽ സാറാണ്. മക്കളെ, നമ്മൾക്ക് എല്ലാവർക്കും പേടിയുള്ള ഒരു ഭാഗമാണ്. ഏറ്റവും കൂടുതൽ മക്കൾ സോഷ്യൽ സയൻസിന്റെ ഭാഗത്ത് പേടി പറയുന്ന ഒരു ഭാഗമാണ് മാപ്പുകൾ എന്ന് പറയുന്നത്. ഈ മാപ്പിൽ നിങ്ങൾ പേടിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, സാറേ ഞങ്ങൾക്ക് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയാൽ ഞങ്ങൾക്ക് മാർക്ക് നഷ്ടമാകോ, അതുപോലെ ഭൂപടം എങ്ങനെയായിരിക്കും തരിക, അതിന് സംസ്ഥാനങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ സംസ്ഥാനങ്ങൾ മാർക്ക് ചെയ്യാറുണ്ട്, ചില സമയത്ത് മാർക്ക് ചെയ്യാറില്ല. ഇതാ ഒരു പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, നമ്മുടെ സംസ്ഥാനങ്ങളൊന്നും മാർക്ക് ചെയ്ത് തന്നിട്ടില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ സാറേ ഞങ്ങൾ എങ്ങനെ മാർക്ക് ചെയ്യും? ആ ഒരു പേടി ഇനി നിങ്ങൾക്ക് വേണ്ട. ഈ ഒരൊറ്റ വീഡിയോ മക്കൾ കണ്ടാൽ മതി, അതോടുകൂടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരൊറ്റ വീഡിയോയോട് കൂടെ നമ്മൾ എന്ത് ചെയ്യും, മാപ്പിലുള്ള മുഴുവൻ ചോദ്യങ്ങളും പറയുന്നതാണ്. റെഡിയാണല്ലോ? റെഡിയാണ് എങ്കിൽ നമുക്കറിയാവുന്നതാണ് പെനിൻസുലാസ് പ്ലാറ്റോ അഥവാ ഉപദ്വീപീയ പീഠഭൂമി. ഈ ഉപദ്വീപീയ പീഠഭൂമിയുടെ കാര്യത്തിലേക്ക് നോക്കുന്ന സമയത്ത് ഉപദ്വീപീയ പീഠഭൂമിയിൽ നമുക്കറിയാവുന്ന കാര്യമാണ് പൂർവ്വഘട്ടവും പശ്ചിമഘട്ടവും ഉണ്ട്. പൂർവ്വഘട്ടം എന്ന് പറഞ്ഞാൽ ഈസ്റ്റേൺ ഗാട്സ് ആണ്, അതേസമയം പശ്ചിമഘട്ടം എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ ഗാട്സ് ആണ്. അതിന് ഈ വെസ്റ്റേൺ ഗാട്സ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് അറിയോ, ഈ നമ്മുടെ വെസ്റ്റ് സൈഡ് ഉണ്ടല്ലോ, ഇന്ത്യയുടെ വെസ്റ്റ് സൈഡ്, ആ വെസ്റ്റ് സൈഡിൽ നേരെ ഒരു വര വരയ്ക്കും. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യില്ല, ആ ഇതിലെ അതിർത്തിയിലേക്ക് തട്ടാതെ ഒരു വര വരയ്ക്കുക. ഇതിനെയാണ് നമ്മൾ വിളിക്കുക പശ്ചിമഘട്ടം, വെസ്റ്റേൺ ഗാട്സ്. അതേസമയം ഈസ്റ്റേൺ ഗാട്സ് എങ്ങനെ വരയ്ക്കാന്നറിയോ, ഈസ്റ്റേൺ ഗാട്സ് നമ്മുടെ ഈസ്റ്റേൺ സൈഡിൽ ഇങ്ങനെ ഒന്ന് വരച്ച് അവിടെ ഒരു കട്ട് ചെയ്തു. ഒരു കട്ട് ചെയ്തതിനു ശേഷം എന്ത് ചെയ്തു, നേരെ അടുത്തതായിട്ട് നമ്മൾ ഇങ്ങനെ വരച്ചു. ഇതാണ് വെസ്റ്റേൺ ഗാട്സ്. ഇതിനിതാ ഞാനിവിടെ എഴുതി തരാം. ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി ഞാനിതാ ഇവിടെ എഴുതി തരാം കേട്ടോ. ഇതാണ് മക്കളെ ഈ പറഞ്ഞിട്ടുള്ള കാര്യമാണ് പശ്ചിമഘട്ടം. എന്താണ് നമ്മൾ പറയാ, പശ്ചിമഘട്ടം അഥവാ വെസ്റ്റേൺ ഗാട്സ് പശ്ചിമഘട്ടം. അതേസമയം ഇതിനെ നമ്മൾ വിളിക്കുന്നതാണ് ഈസ്റ്റേൺ ഗാട്സ്. ഈസ്റ്റേൺ ഗാട്സ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ, നമ്മളെ പൂർവ്വഘട്ടം ട്ടോ. ഇത് നമ്മൾ വിളിക്കുന്നതാണ് ഈസ്റ്റേൺ ഗാട്സ് അഥവാ പൂർവ്വഘട്ടം. ഓക്കെ, അപ്പൊ അത് രണ്ടും നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു കഴിഞ്ഞു. ഇതിൽ പശ്ചിമഘട്ടവും പഠിച്ചു, പൂർവ്വഘട്ടവും പഠിച്ചു. ഇനി നമ്മൾ പ്രധാനമായിട്ടും പഠിക്കാനുള്ള പെനിൻസുലാസ് പ്ലാറ്റോയിലെ ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാന മൗണ്ടൈനുകൾ ഏതൊക്കെയെന്നുള്ള. ഈ മൗണ്ടൈനുകൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നാമത്തത് നമ്മൾ ഇവിടെ നമ്മൾ മുകളിലായിട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തു. ഇതാണ് ആരവല്ലി. മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ ആരവല്ലി എന്നാട്ടാ പറയാൻ. അപ്പൊ ഒന്നെ എഴുതിയല്ലോ, ആരവല്ലിയാണ്. അതേസമയം കുറച്ച് താഴേക്ക് മാറിയിട്ട് നമ്മുടെ ഗുജറാത്തിന്റെ ഒക്കെ കുറച്ച് താഴെയായിട്ട്, ഗുജറാത്തിന്റെ അവിടുന്ന് എന്ത് ചെയ്യാണ്, ആ എൻഡ് ഭാഗത്ത് വെച്ചുകൊണ്ട് നമ്മൾ നേരെ ഇവിടെ എന്ത് ചെയ്തു, ഗുജറാത്തിന്റെ ആ ഒരു എൻഡ് ഭാഗം നിങ്ങൾ നോക്കിയാൽ മതി, അവിടെ നമ്മൾ ഇങ്ങനെ വരക്കുന്നു. ഇതാണ് വിന്ധ്യ. ഇതിന് തൊട്ട് താഴെ നമ്മൾ അടുത്തത് വരക്കുന്നു. ഇതാണ് സത്പുര. ഇതാണ് വിന്ധ്യ. അതിന് തൊട്ട് താഴെയുള്ള ആരാണ് സത്പുര. സോ മക്കളെ നിർബന്ധമായിട്ട് പഠിക്കണം. ഇതിൽ പരീക്ഷയ്ക്ക് മേ ബി ചോദ്യം ചോദിക്കാൻ ഇങ്ങനെ ആയിരിക്കും, വിന്ധ്യ വരയ്ക്കുക സത്പുര വരയ്ക്കുക ഒന്നും ചോദ്യം ചോദിക്കൂല. പലപ്പോഴും ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഇങ്ങനെയാണ്, വിന്ധ്യക്ക് തിരശ്ചീനമായിട്ട് നിൽക്കുന്ന മൗണ്ടൈൻ ഏതാണ്, പർവ്വതം ഏതാണെന്നാണ്. തിരശ്ചീനമായിട്ട് വിന്ധ്യക്ക് പാരലായിട്ട് നിൽക്കുന്ന ആരാണ്, സത്പുരയാണ്. അപ്പൊ സത്പുരക്ക് പാരലൽ ആരാ, വിന്ധ്യയാണ്. മക്കൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാവുന്നതാണ്. സോ ആരവല്ലിയായി, വിന്ധ്യയായി, സത്പുരയായി, പശ്ചിമഘട്ടമായി, പൂർവ്വഘട്ടമായി, ഈസ്റ്റേൺ ഗാട്സ് ആയി, വെസ്റ്റേൺ ഗാട്സ് ആയി. സിമ്പിൾ ആണല്ലോ, സിമ്പിൾ ആണ്. എന്നാൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. അടുത്ത മാപ്പിലേക്ക് നമ്മൾ പോയി നോക്കുന്ന സമയത്താണ് നമുക്ക് തീരപ്രദേശങ്ങൾ പഠിക്കാം. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഏത് മക്കളെ, തീരപ്രദേശം. ഏതാണ് തീരപ്രദേശം അഥവാ കോസ്റ്റൽ പ്ലെയിനുകൾ ഇതിൽ പഠിക്കാം കേട്ടോ. കോസ്റ്റൽ പ്ലെയിനുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൽ പഠിക്കുന്നത്. തീരപ്രദേശങ്ങളാണ് പഠിക്കുന്നത്. തീരപ്രദേശം വരയ്ക്കാൻ ഭയങ്കര എളുപ്പമാണ്. നമ്മൾ ഈസ്റ്റേൺ ഗാട്സും വെസ്റ്റേൺ ഗാട്സും പഠിച്ച മാതിരി തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു അറിയാം, തീരപ്രദേശം ആകുമ്പോൾ സമയത്ത് നമ്മൾ അതിർത്തിയോട് ചേർന്നിട്ടായിരിക്കും, കാരണം തീരം അവിടെയല്ലേ ഉണ്ടാവുക. അതുകൊണ്ട് നമ്മൾ ഇതാ ഇങ്ങനെ വരക്കുന്നു. ഇതൊക്കെ തീര. ഈ ഭാഗത്തെ നമ്മൾ വിളിക്കുന്നതാണ്, ഇത് ഈസ്റ്റ് ആണോ വെസ്റ്റ് ആണോ അറിയാവുന്നതാണ് നമുക്ക്. എന്താ വെസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ വിളിക്കുന്നതാണ് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ അഥവാ പടിഞ്ഞാറൻ തീരസമതലം. പടിഞ്ഞാറായതുകൊണ്ട് പടിഞ്ഞാറൻ തീരസമതലം, പടിഞ്ഞാറ്. അതേസമയം തന്നെ നമ്മൾ ഇപ്പുറത്ത് വരക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഈ എന്റെ കൂടെ ഇങ്ങനെ കൂട്ടി വരച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഇവിടെ വരെ എന്ത് ചെയ്യുന്നു, ഈ എൻഡ് വരെ നമ്മൾ വരക്കുന്നു. ഇതിനെ നമ്മൾ വിളിക്കുന്നതാണ് ഇതാ ഞാൻ വരയ്ക്കാം. ഇതിനെ നമ്മൾ വിളിക്കുന്നതാണ് കിഴക്കൻ തീരസമതലം. എന്താ വിളിക്കാം മക്കളെ, കിഴക്കൻ തീരസമതലം. കിഴക്ക് സൈഡ് ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, കിഴക്കൻ തീരസമതലം എന്ന് വിളിക്കുന്നു. അഥവാ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. എന്താ വിളിക്കുക, ഈസ്റ്റേൺ ട്ടോ.
ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്താ ഇതിനെ വിളിക്കാം. അപ്പൊ നമ്മൾ ആ രണ്ടും എന്ത് ചെയ്തു പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ നമ്മുടെ തീരസമതലത്തെ നമുക്ക് 3 തരംതിരിക്കുന്നുണ്ട്. വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനെ 3 അതുപോലെ തന്നെ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനെ 2 തരംതിരിക്കുന്നുണ്ട്. അത് പഠിക്കാൻ ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. നമ്മളെ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനെ 3 തരംതിരിക്കുന്നത് മലബാർ കോസ്റ്റ്, കൊങ്കൺ കോസ്റ്റ്, ഗുജറാത്ത് കോസ്റ്റ്. മലബാർ തീരസമതലം, കൊങ്കൺ തീരസമതലം, ഗുജറാത്ത് തീരസമതലം എന്നാണ്. അതിൽ മലബാർ ഏത് ഭാഗത്താ? കേരളത്തിന്റെ ഭാഗത്താണല്ലോ. അതുകൊണ്ട് കേരളം അടങ്ങുന്ന ഈ ഒരു ഭാഗം ഇങ്ങനെ വട്ടട്ട ഭാഗം ഇതാണ് മലബാർ. ഇതാണ് ഏത്? മലബാർ. അതേസമയം ഗുജറാത്ത് എവിടെ? ഗുജറാത്തിന്റെ ഭാഗത്തായിരിക്കും. അപ്പൊ ഗുജറാത്തിന്റെ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങനെ ഒരു വട്ടം ഇട്ടാൽ ഇതാണ് ഏത്? ഗുജറാത്ത്. ഇങ്ങോട്ട് എഴുതാട്ടോ. ഇതാണ് ഏത്? ഗുജറാത്ത് കോസ്റ്റ് അഥവാ ഗുജറാത്ത് തീരസമതലം എന്ന് പറയും. അപ്പൊ ഇതിനിടയിൽ വരുന്ന ഈ ഒരു ഭാഗമുണ്ടല്ലോ, ഈ ഒരു ഭാഗമാണ് ഏത് മക്കളെ? ഏത്? കൊങ്കൺ. നമ്മുടെ ഗോവയൊക്കെ വരുന്ന ഭാഗം കൊങ്കൺ എന്ന് പറയും. അപ്പൊ പഠിക്കാൻ സുഖമാണ്. മലബാർ എന്ന് പറഞ്ഞാൽ കേരളം ആലോചിക്കുക, ഗുജറാത്ത് എന്ന് പറഞ്ഞാൽ ഗുജറാത്ത് ആലോചിക്കുക. അതിന് നടുവിലുള്ള ഭാഗ്യം ഏതാണ്? കൊങ്കൺ ആണ്. അതേസമയം അടുത്തതാണ് കോറോമോണ്ടൽ കോസ്റ്റും നോർത്ത് സിർക്കാർ പ്ലെയിന് അഥവാ വടക്കൻ സിർക്കാർ സമതലം എന്ന് പറയും, തീരസമതലം എന്ന് പറയും. അതിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് നിങ്ങളിതാ ഈ ഒരു ഗ്യാപ്പ് കണ്ടില്ലേ? ഇവിടെ ഇങ്ങനെ ഈ ഒരു കഷ്ണം മുറിയുന്ന രീതിയിലുള്ള ഈ ഒരു സ്ഥലം, ആ ഒരു ഭാഗം വരെയാണ്. ഇതിന് താഴെയുള്ള ഭാഗമാണ് കോറോമോണ്ടൽ കോസ്റ്റ്. ഇംഗ്ലീഷ് മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ കോറോമോണ്ടൽ തീരസമതലം എന്ന് പറയട്ടോ. കോറോമോണ്ടൽ. അതേസമയം നോർത്ത് സിർക്കാർ പ്ലെയിൻ, നോർത്ത് താഴെ ആവില്ലല്ലോ, നോർത്ത് മുകളിലല്ലേ ആവുള്ളൂ. നോർത്ത് സിർക്കാർ പ്ലെയിൻ അഥവാ വടക്കൻ സിർക്കാർ തീരസമതലം. നോർത്ത് സിർക്കാർ പ്ലെയിൻ അതെന്താണ്? നോർത്ത് സിർക്കാർ സമതലം എന്ന് പറയുന്നത് എവിടെയായിരിക്കും ഉണ്ടാവുക? അത് മുകളിലായിരിക്കും. അപ്പൊ നോർത്ത് ആലോചിച്ച് നോക്കാം, മുകളിലാണ്. അതിന് താഴെ എന്ത് ചെയ്യുക? കോറോമോണ്ടലും എഴുതി വെക്കുക. നമ്മുടെ സിമ്പിൾ ആയിട്ട് നമ്മൾ വരച്ചു കഴിഞ്ഞു. എന്ത് ചെയ്തു? അതും നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാനുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഭാഗം. നമ്മുടെ ഈ ഒരു ഹാഫ് ഇയർലി എക്സാമിനേഷൻ ആയിക്കോട്ടെ, അത് കഴിഞ്ഞ് SLC എക്സാമിനേഷൻ ആയിക്കോട്ടെ, സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഭാഗത്താണ് ഇനി നമുക്ക് വരാനുള്ളത്. അതാണ് നദികൾ. ആരാണ്? റിവർ. നദികളാണ് നമുക്ക് പറയാനുള്ളത്. നദികൾ നമുക്കറിയാം. ഹിമാലയൻ നദികൾ ഏതൊക്കെയാ മക്കളെ? കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തിട്ടോ. ഇൻഡസ്, ബ്രഹ്മപുത്ര, ഗംഗ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു? നദികൾ വരക്കല്ലെങ്കിൽ ഏത് കളർ വേണം? ഏത് കളറിൽ വരക്കുമ്പോഴാണ് നദികളാവുക? നമുക്കറിയാം. നമ്മൾ ടോപ്പോഗ്രഫിക്കൽ മാപ്പിനെ കുറിച്ചിട്ടൊക്കെ പഠിച്ചാണ്. നീല കളറിലായിരിക്കും നദികൾ വരക്കുക. അതുകൊണ്ട് നമ്മൾ നീല കളറിൽ തന്നെ വരക്കുന്നു. ഇൻഡസ് അഥവാ സിന്ധു നദി വരക്കുകയാണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് വരക്കാം. സിന്ധു നദി ഇന്ത്യയിലൂടെ വളരെ കുറച്ച് ഭാഗത്തുകൂടെ മാത്രമേ പോകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ വരക്കുന്നു. ഇങ്ങനെ വരച്ചിട്ട് ഈ എൻഡ് പോയിന്റ് ഇവിടെ അങ്ങോട്ട് ടച്ച് ചെയ്തിട്ട് ഈ ഒരു ഗ്യാപ്പിലൂടെ ഇങ്ങനെ ഇറങ്ങിപ്പോയിക്കോളും. ആ ഒരു ഗ്യാപ്പിലൂടെ ഇറങ്ങി പോവുകയാണെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് ഇൻഡസ്. ആരാണ്? ഇൻഡസ് അഥവാ സിന്ധു. ഇൻഡസ് ആണ്, സിന്ധു നദിയാണ്. ഇൻഡസ് എന്ന് പറഞ്ഞാൽ സിന്ധു ആണ് എന്ന് എന്റെ മക്കൾക്ക് അറിയാലോ. അതേസമയം രണ്ടാമത്തെ നമുക്ക് ബ്രഹ്മപുത്ര വരക്കാം. ബ്രഹ്മപുത്ര ഇന്ത്യയിലൂടെ വളരെ കുറച്ചായിട്ട് മാത്രമേ പോകുന്നുള്ളൂ. ബ്രഹ്മപുത്ര എന്ന് പറയുന്നത് വരുന്നത് എങ്ങനെ അറിയാം? ബ്രഹ്മപുത്ര ഇവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോയിട്ട് ഈ എൻഡ് പോയിന്റ് ഉണ്ടല്ലോ, ആ എൻഡ് പോയിന്റിന്റെ അവിടുന്ന് അങ്ങനെ തിരിഞ്ഞിട്ട് നേരെ ഇങ്ങനെ ഇറങ്ങിപ്പോവും. ഇതിനെ വിളിക്കുന്ന പേരാണ് ബ്രഹ്മപുത്ര. ആരാണ്? ബ്രഹ്മപുത്രയുടെ സ്ഥലമാണ്. അതേസമയം ഇന്ത്യയിലൂടെ പോകുന്ന ഏറ്റവും വലിയ ഹിമാലയൻ നദി ഏതാ? അത് ഗംഗയാ. ഏതാണ് മക്കളെ? ഗംഗയാണ്. ഗംഗയെ നമ്മൾ വരക്കൽ എങ്ങനെയാ അറിയോ? ഗംഗയെ നമ്മൾ ഇവിടുന്ന് വരക്കുക. നമ്മള് തൊട്ട് ഹരിയാനയുടെ എല്ലാത്തിന്റെയും തൊട്ട് താഴെ നമ്മളിങ്ങനെ വരച്ച് ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ പോയിട്ട് ഇതിലൂടെ ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് ഇതിന്റെ തൊട്ട് താഴേക്ക് ഇവിടെ കൊടുക്കും. ഇവിടെ കൊണ്ടുപോയിട്ട് ഇട്ട് കൊടുത്താൽ ഇതാരായി? ഗംഗയുമായി. അങ്ങനെ 3 ഹിമാലയൻ നദികൾ വരച്ചു. 3 ഹിമാലയൻ നദികൾ, ഇൻഡസ്, ബ്രഹ്മപുത്ര, ഗംഗ. ഈ 3 ഹിമാലയൻ നദികൾ എന്ത് ചെയ്തു? വരച്ചു. അതേസമയം നമുക്ക് പെനിൻസുലാസ് നദികൾ വേറെയുണ്ട്, ഉപദ്വീപീയ നദികൾ വേറെയുണ്ട്. ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാ? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി അല്ലെ? അവയെ വരക്കാൻ വേണ്ടി നമുക്ക് അടുത്തയിലേക്ക് പോവാം. ഉപദ്വീപീയ നദികൾ വരക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാം കൂടെ ഒന്നിലായിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അതിൽ വരക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യുന്നു? ഇവിടെ പോകുന്നു. മഹാനദി തന്നെ നമുക്ക് ആദ്യം വരച്ചു തുടങ്ങാം. മഹാനദിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ എങ്ങനെയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്? മഹാനദി ഇങ്ങനെ പോയിട്ട് ഇതാണ് മഹാനദി. ആരാണ്? മഹാനദി ട്ടോ.
മഹാനദി. മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ ഒന്നായതുകൊണ്ടാട്ടാ ഞാൻ ഒന്നെന്നെ ഇതിന്റെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അതേസമയം മഹാനദി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, ഗുജറാത്തിന്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഗുജറാത്തിന്റെ ഈ ഒരു ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു. ഗുജറാത്ത് കഴിഞ്ഞ് കുറച്ച് താഴെ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, തുടങ്ങിയിട്ട് ഇങ്ങനെ വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പോകുന്നു. ഇതിലേക്ക് ടച്ച് ചെയ്യരുത്, ഇതിന്റെ തൊട്ട് താഴെ വരെ നമ്മൾ എത്തിയാൽ മതി. ഇതാണ് നർമ്മദ. ആരാണ്? ഇതാ മുകളിലേക്ക് എഴുതാ അല്ലെ, മുകളിലേക്ക് എഴുതാ എന്റെ മക്കൾക്ക് വായിക്കാൻ സുഖമായിരിക്കും. ഇതാണ് നർമ്മദ. അതിന്റെ തൊട്ട് താഴെ, നർമ്മദയുടെ തൊട്ട് താഴെ തന്നെ വരുന്ന ആളാണ് താപ്തി. നർമ്മദയുടെ തൊട്ട് താഴെ തന്നെ വരുന്ന ആളാണ് ആര്? താപ്തി. നർമ്മദയുടെ അത്ര വലുപ്പം ഉണ്ടാവില്ല താപ്തിക്ക്. അപ്പൊ അത് ആലോചിച്ച് വെക്കാൻ മതി. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, താപ്തിയെ താഴെ എഴുതി വെക്കാം, താപ്തി. അതേസമയം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇനി നമുക്ക് വരയ്ക്കാനുള്ളതാണ് ഗോദാവരിയാണ്. ഏറ്റവും പെനിൻസുലാസ് നദിയിലെ ഉപദ്വീപീയ നദികളിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് നമ്മുടെ ഏത് ഗോദാവരി എന്ന് പറയുന്നത്. ഗോദാവരി ഇതാ നമ്മൾ എന്ത് ചെയ്യുന്നു, വരക്കുന്നു. ഇവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതങ്ങനെ പോയി ഇവിടെ വരെ എത്തും. ഇതിനെ വിളിക്കുന്ന പേരാണ് ആര്? ഗോദാവരി. ഏതാണ്? ഗോദാവരി. അതേസമയം ഗോദാവരിയുടെ തൊട്ടു താഴെ തന്നെ വരുന്ന ആളാണ് ആര്? കൃഷ്ണ. ആരാണ്? കൃഷ്ണയാണ്. ഇനി ഏറ്റവും അവസാനത്തെ നദിയാണ് കാവേരി. കാവേരി തുടങ്ങുന്നത് അങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെയാണ് എൻഡ് ചെയ്താൽ മതി. ഇതിനെ വിളിക്കുന്ന പേരാണ് കാവേരി. സോ മക്കളെ, ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വരച്ചിട്ട് പഠിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് സംശയം തോന്നും, സാറേ ഞങ്ങൾക്ക് കൃത്യമായിട്ട് വരക്കാൻ പറ്റിയില്ലെങ്കിലോ? മക്കളെ, ഏകദേശം കറക്റ്റ് ആയാൽ മതി. പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളെ ഇഞ്ച്, പോയിന്റ്, സെന്റിമീറ്റർ വെച്ചുകൊണ്ട് നിങ്ങളുടെ നോക്കൊന്നുമില്ല എന്ന് കരുതിയിട്ട് നർമ്മദനെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീർ കൊണ്ടുപോയിട്ട് വരക്കാൻ പാടില്ല. അതിന്റെ ഏകദേശ സ്ഥലങ്ങൾ മക്കൾ കണ്ടുവെക്കാം, പഠിച്ചു വെക്കാം. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി ഇവയെല്ലാം ബേ ഓഫ് ബംഗാളിലേക്ക് ഒഴുകുന്നതാണ്. അപ്പൊ ബേ ഓഫ് ബംഗാളിന്റെ ആ സൈഡിലേക്ക് എത്തിയിരിക്കണം. അതേസമയം നർമ്മദയും താപ്തിയും മാത്രമേ എവിടേക്ക് വരുന്നുള്ളൂ, നമ്മുടെ ഈ സൈഡിലേക്ക് വരുന്നുള്ളൂ, അഥവാ അറേബ്യൻ സീയുടെ ഭാഗത്തേക്ക് വരുന്നുള്ളൂ. എന്റെ മക്കൾ എന്ത് ചെയ്തിരിക്കണം, ഓർത്തു വെക്കണം. സോ ഹിമാലയ, നമ്മുടെ ആദ്യം പെനിൻസുലാസ് നദികളെ അഥവാ ഉപദ്വീപീയ നദികളായി, അതുപോലെ തന്നെ നമ്മളെ ഹിമാലയൻ നദികൾ 3 അതുപോലെ നമ്മൾ പഠിച്ചു തീരസമതലങ്ങൾ പഠിച്ചു. അവയെ കഷ്ണം മുറിച്ചു, അവയെ വിവിധങ്ങളായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഡിഫറെന്റ് ടൈപ്സുകളായിട്ട് ഡിവൈഡ് ചെയ്തു. കൂടാതെ തന്നെ നമ്മൾ ഏത് പഠിച്ചു, നമ്മുടെ പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും പഠിച്ചു. ആരവല്ലി, വിന്ധ്യ, സത്പുര പഠിച്ചു. സോ മക്കളെ, ഇതിൽ നിന്ന് ഏതെങ്കിലും ആയിരിക്കും നിങ്ങൾക്ക് ചോദ്യ പേപ്പറിൽ ഉണ്ടായിരിക്കുക. ഇതിൽ നിന്ന് 4 ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. സോ എന്റെ മക്കൾക്ക് ഒരു കാരണവശാലും തെറ്റാൻ പാടില്ല. നിർബന്ധമായിട്ട് മക്കൾ പഠിച്ചിട്ടേ പോകാവൂ. എളുപ്പത്തിൽ എന്ത് ചെയ്യാ, പഠിക്കുക. നിങ്ങളുടെ കയ്യിൽ മാപ്പുകൾ ഉണ്ട് എങ്കിൽ ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കാം. അല്ലാതെ ഒരു ഔട്ടർ ലൈൻ മാപ്പ് എടുത്തിട്ട് എന്ത് ചെയ്യാ, ജസ്റ്റ് ഒരു ഡമ്മി ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ, വരച്ചു പഠിക്കുക. എന്തായാലും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇതുപോലത്തെ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.